ദൈവ സ്നേഹത്തെ സംശയിക്കരുത്. റോമർ 8-ാം 31 മുതൽ 39 വരെ. ധ്യാനത്തിനായിട്ട് 35-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഒരാശുപത്രിയാണ് രംഗം. ചികിത്സയ്ക്കായി അവിടെ എത്തിയ ഭക്തനായ ഒരു വൈദികൻ്റെ രോഗം മിക്കവാറും ഭേദമായി. ചക്രങ്ങൾ ഘടിപ്പിച്ച കസേരയിൽ അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം. ഒരു ദിവസം ആ വൈദികൻ ആശുപത്രിയുടെ വരാന്തയിലൂടെ വീൽ ചെയറിൽ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ദീർഘനാളുകളായി നടക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു വനിതയും വീൽ ചെയറിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നെങ്കിൽ അവിടുന്ന് എന്തിനാണ് നമുക്ക് ഈ കഷ്ടത നൽകുന്നത്? ആ രോഗിണി വൈദികനോട് ചോദിച്ചു. പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത വേദനയാണ് ആ സ്ത്രീ മാസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്നത്. സഹനത്തിൻ്റെ നെല്ലിപ്പലകിൽ നിന്നുകൊണ്ടുള്ള അവരുടെ ചോദ്യത്തിന് എന്താണ് മറുപടി പറയുക? തികച്ചും ന്യായയുക്തമായ ചോദ്യം. ദൈവത്തോടുള്ള വെറുപ്പിൻ്റെ കയ്പുകൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞിരുന്നു. ആകട്ടെ, നിങ്ങൾ സഹനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വൈദികൻ അവരോട് ചോദിച്ചു. ഇതെന്തൊരു ചോദ്യം! സഹനത്തിൽ വിശ്വസിക്കുന്നുവോ എന്നോ? ആ വനിത ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, ശാരീരികമായ രോഗപീഠ സഹിക്കുക എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. വേദന കൊണ്ട് പുളയുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മൂളലും ഞരങ്ങലും കരച്ചിലും കേട്ടുകൊണ്ട് ഈ ആശുപത്രിയിൽ 3 മാസം കഴിഞ്ഞിട്ടും ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് കരുതുന്നുണ്ടോ എന്നാണോ ചോദിക്കുന്നത്? കഴിഞ്ഞ ദിവസം താങ്കൾ കിടക്കുന്ന വാർഡിൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം പുതപ്പിട്ട് മൂടിക്കൊണ്ട് അവരുടെ ബന്ധുക്കൾ പോകുന്നത് കണ്ടില്ലേ? ആശുപത്രിയിൽ കിടന്ന് രോഗികൾ അനുഭവിക്കുന്ന നരകയാതനയെക്കുറിച്ച് ഏതാണ്ട് 1/2 മണിക്കൂർ ആ സ്ത്രീ വിവരിച്ചു. അവർ രോഗപീഠ നിമിത്തം വളരെ കഷ്ടം അനുഭവിച്ചു എന്നതാണ് ശരി. പക്ഷേ ഇപ്പോൾ അവരുടെ ശരീരം മാത്രമല്ല, ആത്മാവ് കൂടി വേദനപ്പെടുന്നു. ശരീരത്തിനുള്ള വേദനയേക്കാൾ തീവ്രമായിരുന്നു അത്. ശരി, സഹനം എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അക്കാര്യത്തിൽ നാം ഇരുവരും യോജിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ വേദന സഹിക്കുവാൻ കൂടുതലായ കഴിവുണ്ടാകുന്നുണ്ടോ? വൈദികൻ ചോദിച്ചു. തൻ്റെ രോഗത്തെയും വേദനയെയും കുറിച്ച് മുറുമുറുക്കുകയും എല്ലാറ്റിൻ്റെയും ദോഷവശം മാത്രം കാണുകയും ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ കുറേ അധിക സമയം മൗനമായിരുന്നു. അങ്ങനെ ആ യാഥാർത്ഥ്യം അവർക്ക് ബോധ്യമായി. ഈ കാലമത്രയും ദുസ്സഹമായ രോഗപീഠയിലും തന്നെ വഴി നടത്തിയത് സ്നേഹിക്കുകയും തനിക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ദൈവമായിരുന്നില്ലേ എന്ന് അവർ സ്വയം ചോദിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അറുതിയില്ലാത്ത സ്നേഹത്തെ ആ സ്ത്രീ കണ്ടെത്തി. ഡോക്ടർ എം നരമോർ എന്ന മനഃശാസ്ത്രജ്ഞൻ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവ കഥയാണിത്. ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും നാം പലപ്പോഴും സംശയിക്കുകയും ചിലപ്പോൾ അവിശ്വസിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ദൈവം നമ്മെ വിശ്വസിക്കുകയും ഏതവസ്ഥയിലും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്ന ദൈവം ഇത് വരുത്തുമോ എന്ന് ചോദിക്കാത്ത മനുഷ്യർ കാണുകയില്ല. പക്ഷേ നമ്മുടെ ദൗർബല്യത്തെയും എല്ലാറ്റിൻ്റെയും ദോഷവശത്ത് മാത്രം കാണുന്ന പ്രകൃതത്തെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ അന്ത്യം വരെ ദൈവം വഴി നടത്തുന്നു. സ്നേഹിക്കുന്ന ദൈവം അത്യുഗ്രമായ വേദനയും ദുരിതവും ദുരന്തവും മനുഷ്യന് വരുത്തുമോ എന്ന ചോദ്യം ന്യായയുക്തമായിരിക്കാം. പക്ഷേ മനുഷ്യ മനസ്സിൻ്റെ പരിധിയിൽ നിന്ന് പൊന്തി വരുന്നതാണ് ആ ചോദ്യം. ദൈവത്തെ നീക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമം വ്യർത്ഥമാണ്. ഇന്നത്തെ വേദവായന ഭാഗത്ത് ആരാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് എന്ന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ പോലെ ചോദിക്കുവാനുള്ള വിശ്വാസ സ്ഥൈര്യം നമുക്കുണ്ടോ? ഓർക്കണമേ, ക്രിസ്തുവിന് സമർപ്പിതനായ മനുഷ്യൻ മരിച്ചേക്കാം, പക്ഷേ അയാൾ തോൽപ്പിക്കപ്പെടുകയില്ല. ഫിലിപ്പിയർലേഖനം 4:7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.